ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഒരു പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കൂടി കൊണ്ടുപോകാമല്ലോ എന്ന് കരുതി ഓരോരുത്തരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ഒരു പ്ലം കേക്ക് റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പ്ലം കേക്ക് എൻ്റെ റെസിപ്പി ഫുള്ളായിട്ടൊന്നും ഞാനിതിൽ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പല രീതിയിൽ ഗ്യാസ് സ്റ്റോപ്പിലും ഓവനിലൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാം ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഓറഞ്ച് ജ്യൂസിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തത്. ഇതുപോലെ നൈറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ടും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടും ഭയങ്കര ഹാപ്പിനെസ്സായിട്ടൊക്കെ ചെയ്ത് വെച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് നല്ല കമൻസും കിട്ടിയ കേക്കായിരുന്നു. അത് ഏത് ഫുഡായാലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു ലവും ഹാപ്പിനെസ്സും എല്ലാം കൂടി ചേർന്നിട്ട് ആ ഒരു ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം മനസ്സ് മടുത്ത് നമ്മൾ ചെയ്യണമല്ലോ എന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ റെഡിയാകും. പക്ഷെ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിന് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതങ്ങനെ തന്നെയാണ്. കമൻറ്റ് ചെയ്യണം കേട്ടോ എതിരഭിപ്രായമുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്ലം കേക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ആൽക്കഹോളിക് കണ്ടൻറ്റും എല്ലാം പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്ലം കേക്ക് അങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാമല്ലോ. നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്കും നമുക്കും ഒക്കെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലം കേക്ക് റെഡിയാക്കുകയാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മളുടെ ഈ പോഷകപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഉണ്ട കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോഴും നമുക്കും പ്രായമായവർക്കൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് അതുകൂടി ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ദിവസം 2 ദിവസമൊക്കെ വച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേക്ക്. പക്ഷേ ഞാൻ തലേ ദിവസമാണ് റെഡിയാക്കിയത്. അപ്പോൾ അത്രയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് നേരത്തത് റെഡിയാക്കി വെക്കണത്. അപ്പോൾ അങ്ങനെ കേക്ക് മേക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജ് നമുക്ക് തലേ ദിവസം ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ റെഡിയാക്കിയിട്ട് തലേ ദിവസം റെഡിയാക്കി വെക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്തിരുന്നോളും. പിറ്റേ ദിവസമൊക്കെ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. അപ്പോൾ ചില സമയത്ത് കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം തണുപ്പാറിയതിന് ശേഷം കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഈ പ്രാവശ്യം ചെയ്തപ്പോൾ എഗ്ഗ് നന്നായിട്ട്, അതായത് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിരുന്നു. എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിരുന്നു. ഇങ്ങനെ ചെയ്യണ സമയത്ത് ആദ്യം എഗ്ഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് എഗ്ഗ് യോക്ക് ചെയ്യുക. അതെല്ലാം നനവുള്ള ബ്ലേഡ് വെച്ചിട്ടാണെങ്കിൽ എഗ്ഗ് വൈറ്റ് അത്ര ഒരു ഫ്ലഫി ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് അളവിലാണ് ഇത്രയും ഈ ഒരു കേക്ക് റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റേതായ ഒരു മെഷർമെൻറ്റിന് 1 കപ്പിന് 2 മുട്ട എന്നുള്ള രീതിയിൽ എല്ലാം അങ്ങോട്ട് എടുത്ത് ചേർത്താൽ മതി. 1/2 കപ്പ് ഓയിൽ, പിന്നെ വാനില, ഓറഞ്ചിൻ്റെ ജ്യൂസും ഓറഞ്ചിൻ്റെ സ്കിന്നും പ്ലം കേക്കിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. പിന്നെ പ്ലം കേക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പം വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെ എല്ലാവർക്കും ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്.
ബാറ്റർ ഒരുപാട് ലൂസായിട്ട് പോകാതെ ശ്രദ്ധിക്കുക. ബാറ്റർ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം താഴ്ന്നു പോകും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയായിട്ട് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇലക്ട്രിക് അവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. കാരണം നമ്മൾ കറണ്ടൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഓവൻ്റെ ചൂടൊക്കെ പോയി കിട്ടുമല്ലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ ഞാൻ കേക്ക് റെഡിയാക്കുന്ന സമയത്ത് ഓവനിലേക്ക് വെക്കും, കറണ്ട് പോകും. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇതുപോലെ മുകളിൽ കുറച്ച് ടോപ്പിങ്സൊക്കെ ചെയ്തിട്ട് കേക്ക് റെഡിയാക്കാൻ വെച്ചു. കേക്ക് റെഡിയാക്കാൻ വെച്ചതിന് ശേഷം എന്തായാലും പ്ലം കേക്ക് കുക്കായി വരണമെങ്കിൽ ഒരു 60 മിനിറ്റ് എന്തായാലും എടുക്കും. ഒരു പെട്ടെന്ന് ചൂട് കൂട്ടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്തൊക്കെ വേകാതെ വരും. നമ്മളിതിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ചെയ്യണതല്ലേ. അപ്പോൾ ഏറ്റവും സ്ലോയിലിരുന്ന് റെഡിയാവണതാണ് കേക്കിന് എപ്പോഴും ടേസ്റ്റ്. ഇപ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കയ്യിൽ വേണമെന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടായാൽ മതിയിട്ട്. പിന്നെ നട്ട്സും റൈസിൻസൊക്കെ മിക്കവാറും നമ്മൾ ബിരിയാണികളിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും കയ്യിലുണ്ടാകുമല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് കേക്കൊക്കെ റെഡിയായിട്ട് തണുക്കാനൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. ആ ഒരു ടൈമിലാണ് ഞാനിതുപോലെ പോഷകപ്പൊടി വെച്ചിട്ട് നമ്മുടെ ഹെൽത്തി ഉണ്ടയും റെഡിയാക്കിയത്. പക്ഷേ ഞാൻ ഇതെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് കേക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചു, ഉണ്ടകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചെങ്കിലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. അതിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ട്രിപ്പ് പോയി. പക്ഷെ ഞങ്ങൾക്കതിൽ ഫാമിലിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ട് ട്രിപ്പിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായി. കാരണം നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ റെഡിയായിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പിനെസ്സോടൊക്കെ ഇരുന്നിട്ട് പോകുമ്പോൾ ട്രിപ്പ് നമുക്ക് ഒരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ യാത്രയുടെ കേസ് തന്നെയല്ല കേട്ടോ, നമ്മൾ ആഗ്രഹിച്ചത് കാര്യം നമ്മുടെ കയ്യിലേക്ക് എത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. അതുപോലെ എന്തായാലും ട്രിപ്പ് പോകാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ട്രിപ്പ് പോയി അത് ഞങ്ങളെ എല്ലാവരും ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ അതിലേറെ സന്തോഷം തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതും ആഗ്രഹിക്കും അല്ലേ, നമ്മൾ പലതും ആഗ്രഹിക്കും, നമ്മൾ അവിടെ പോകണം ഇവിടെ പോകണം എന്നെല്ലാം പ്ലാൻ ചെയ്യും. പക്ഷേ ഇതിനൊക്കെ മുകളിലായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു മാറ്റർ പോകണ്ടെന്ന് വെച്ചാൽ ആ ട്രിപ്പ് പോകില്ല നമ്മൾ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു കാരണം നമുക്ക് വന്ന് നേരിടും. പക്ഷേ അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ടിട്ട് ആ യാത്ര നമുക്ക് നല്ലതിനല്ലായിരുന്നു എന്ന് കരുതുക, അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മളെല്ലാവരും കൊണ്ടുവരികയാണെങ്കിൽ ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യാത്രകളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ സമയമുണ്ടല്ലോ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ആ ഒരു പോസിറ്റീവ് തോട്ടാണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ കണ്ടില്ലേ, കേക്കെല്ലാം ഈ സമയത്തൊക്കെ ഞങ്ങൾ ട്രിപ്പ് പോകാനായിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി മൂഡിൽ ചെയ്തു വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതങ്ങനെ ട്രിപ്പൊക്കെ മുടങ്ങി. എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ അതെല്ലാം ഓവർകം ചെയ്ത് കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ ഞാൻ വേറൊരു ദിവസത്തിൻ്റെ വീഡിയോയോട് കൂടി ഇതിനോടൊപ്പം ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാധാ പോലെ ഇതുപോലെ മോൾഡിൽ പെട്ടെന്ന് കുറച്ച് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഗോതമ്പ് പുട്ടും കട്ടൻ ചായയും ഒക്കെ റെഡിയായി. ഇപ്പോൾ ഗോതമ്പ് പുട്ടൊക്കെ ആകുമ്പോൾ പിന്നെ അതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇവിടെ ആവശ്യമില്ല കേട്ടോ. നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൂ. ഇപ്പോൾ ഈ മഞ്ഞിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തോട്ടൊക്കെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ലഞ്ച് കോംബോ ഷെയർ ചെയ്യുന്നുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജ് മെനു. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു പാൽ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എല്ലാവർക്കും കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഫ്ലാസ്കിൽ ഇങ്ങനെ കട്ടൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഓരോരുത്തർക്ക് വന്ന് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ ലഞ്ച് മെനു പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ നമുക്ക് കുക്കറിലേക്ക് ചോറിന് ആവശ്യത്തിനുള്ള അരിയൊക്കെ റെഡിയാക്കി അങ്ങോട്ട് ഇടാം. അപ്പോൾ ചോറ് റെഡിയായി വരുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടി ഇതാ ചുരയ്ക്ക കഴുകി വൃത്തിയാക്കിയത്, അതുപോലെ പച്ചമുളക്, സവാള, പിന്നെന്താണ് അധികം പഴുക്കാത്ത തക്കാളി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് പുളിക്ക് വേറെ ഒന്നും ചേർക്കണ്ട. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ചുരക്ക നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്ത് നന്നായിട്ട് പാകമായി വെള്ളം ഒന്ന് വറ്റി വരാറാകുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങയിലേക്ക് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി അരച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് ലൂസായി പോകാതെ കുറച്ച് തിക്നെസ്സിലെടുക്കുന്നതായിരിക്കും കറിക്ക് എപ്പോഴും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്ന സമയത്ത് കുറച്ച് ചതച്ച മുളക് കൂടി ചേർത്തിട്ട് താളിച്ചൊഴിക്കുക. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളിയില്ലാത്ത തക്കാളിയൊക്കെയാണ്, പഴുത്ത തക്കാളി ഒക്കെ ആകുമ്പോൾ അത്ര പുളി ഉണ്ടാവില്ലല്ലോ. പച്ച തക്കാളി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പുളി വേണം, ഒരു ചെറിയ പീസ് വാളംപുളി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് സോയ ചങ്ക്സ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് 5 മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതുപോലെ തന്നെ ഒരു ബ്രിഞ്ചാൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർക്കുക. അതിലേക്ക് കുറച്ച് സവാളയും അതുപോലെ ചതച്ച മുളകും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചതച്ച മുളക് ചേർക്കുമ്പോൾ അത്ര കളർ കിട്ടില്ല, അതുകൊണ്ട് ഒരിത്തിരി മുളകിൻ്റെ പൊടി ചേർക്കണം. അതുപോലെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പേരിന് മാത്രം മല്ലിപ്പൊടി ഇട്ടെന്ന് തോന്നരുത്, അത്ര മാത്രം മതി. പിന്നെ കുരുമുളകും, ലാസ്റ്റ് കുറച്ച് അരിപ്പൊടി, അതല്ലെങ്കിൽ കോൺഫ്ലോർ. ഉപ്പ് ഒരിത്തിരി കൂടുതൽ വേണം കേട്ടോ, എന്നാൽ ആ സോയ ചങ്ക്സിലേക്കൊക്കെ പിടിച്ച് വരുള്ളൂ. എന്നിട്ട് ഇപ്പം ഞാനിത് സൗകര്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് എല്ലാ പീസും അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഒരു കൈ ഒന്ന് നനച്ചതിന് ശേഷം വേണം ഈ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഈ പൊടി ചേർത്തിരിക്കണമുണ്ട്, അരിപ്പൊടി, അതല്ലെങ്കിൽ കോൺഫ്ലവറൊക്കെ ചേർക്കുമ്പോൾ ഒരിത്തിരി വെള്ളത്തിൻ്റെ അംശം വേണം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് മിക്സാക്കി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നുമില്ല, കറിവേപ്പിലൊക്കെ ഫ്രഷായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഒന്ന് ഇതുപോലെ നിരത്തിയിടുക, എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം മൂടി തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചിക്കി ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. വെളിച്ചെണ്ണ ഇടയ്ക്ക് ഒരിത്തിരി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴായിരിക്കും ടേസ്റ്റ്. ഇനി ഇതൊരു പകുതി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കയ്യിൽ ഇതുപോലെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ മിക്കവാറും ഇപ്പോൾ എല്ലാവരും വറുത്ത് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തേങ്ങ വറുത്തത് കൂടി കുറച്ച് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൂടി ഒന്ന് എല്ലാം മിക്സായി മുരിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പീസെല്ലാം ഈവണായിട്ട് കട്ട് ചെയ്യണം, അതല്ലെങ്കിൽ വലുതായിട്ടുള്ള പീസുകളുണ്ടെങ്കിൽ അത് മുരിഞ്ഞ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് തേങ്ങയും ചതച്ച മുളകും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി അരക്കാം. അതുപോലെ ഒരിത്തിരി വിനീഗർ കൂടി ചേർക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് റൂബിക്കായാണ്, കണ്ടോ. ഇതിപ്പോൾ കുറച്ച് ആയി ഉപ്പിലിട്ട് വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം കുറേ കാലം അലന്നൊക്കെ പോയപ്പോൾ ഞാൻ ഫുള്ളായിട്ടും അതൊന്ന് ബോട്ടിലൊന്ന് മാറ്റാമെന്ന് ഓർത്ത് എടുത്തതാണ്. അതിൽ നിന്ന് 2-3 റൂബിക്ക, പിന്നെ കുറച്ച് സവാള കൂടുതൽ ചേർക്കാം. സവാളയും വെളിച്ചെണ്ണയും കുറച്ച് കൂടുതൽ ചേർക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ചമ്മന്തിക്ക്. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചമ്മന്തി അരക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചുരക്കക്കറിയും സോയ ചങ്ക്സ് ബ്രിഞ്ചാൾ ഫ്രൈയും പിന്നെ ചമ്മന്തി, അച്ചാർ, പിന്നെ ഇത് എൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള കറി കുമ്പളങ്ങയും അതുപോലെ പരിപ്പും കൂടി ചേർത്ത് വേവിച്ചിട്ട് വെറുതെ ഉള്ളിയും മുളകും കൊത്തി ചാലിച്ച് ഇങ്ങനെ താളിച്ചെടുക്കില്ലേ, ആ ഒരു കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് കോംബോ ആണ്. വെജിറ്റേറിയൻസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഒരു പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരൈറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പഴമൊക്കെ പഴുത്ത് ഇപ്പോഴല്ലേ ഈ പഴംപൊരി അതുപോലെ കായ്പോള അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയത്. മുമ്പൊക്കെ ഇതുപോലെ പഴങ്ങളൊക്കെ ഒരുപാട് പഴുത്ത് പോകുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് ഏത് പഴമായിരുന്നാലും നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് അതിലേക്ക് ഒരല്പം ഒരു പേരിന് ഉപ്പും അതുപോലെ കുറച്ച് തേങ്ങയും ശർക്കരയും പിന്നെ ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയോ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പിന്നെ അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടി അതല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ അടയൊക്കെ ചെയ്യുന്ന പോലെ അതുപോലെ നന്നായിട്ട് ഏത് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയും ശർക്കരയും നല്ല കോമ്പിനേഷൻ ആണല്ലോ, അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടി ചേർത്ത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഈ മാവ് ഒരുപാട് കട്ടിയായി പോകാതെ, അതായത് പഴം ചേർക്കുമ്പോൾ പഴത്തിൻ്റെ ഒരളവ് ഇത്തിരി കൂടുതൽ മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് വേറെ പണികളൊന്നുമില്ല. നമ്മൾ ഇതുപോലെ പാനിലേക്ക് നെയ്യ് തടവി, പക്ഷേ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇത് എന്താ പറയുന്നത്, അടുപ്പിൻ്റെ തീ കത്തിക്കുന്ന അടുപ്പിൽ മൺചട്ടിയിൽ ആണ് ഈ ഒരു പലഹാരം ചുട്ടെടുത്ത് കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയിരുന്ന് ഇതുപോലെ വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഓരോ റെസിപ്പീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉമ്മച്ചി പറയാറുണ്ട്, മുമ്പൊക്കെ ഇതുപോലെ പഴം പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യണത്. കുഴച്ചിട്ട് മൺചട്ടിയിൽ ഇങ്ങനെ പരന്ന ചട്ടിയായിരിക്കും, പരത്തിയിട്ട് തീക്കനലിൽ അത് തന്നെ തീക്കനലിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കണതെന്ന്. നമുക്കിപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും അത്രേ കുറയും കേട്ടോ. നമ്മളിതുപോലെ പാനിലൊന്ന് വെളിച്ചെണ്ണയൊക്കെ തടവി, നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ കൈ വെച്ചിട്ട് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ പരത്തി കൊടുക്കുക. പിന്നെ ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് മുകളിലും കുറച്ചൊക്കെ നെയ്യൊക്കെ തടവി 2-3 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. 2 സൈഡ് തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിയിച്ചിട്ടുണ്ടെങ്കിൽ ചായക്കൊക്കെ കഴിക്കാനായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. ഓയിലൊന്നും ഫ്രൈ ചെയ്യാണ്ടൊക്കെ കഴിക്കണ കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണെന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പച്ചക്കറി കോണെല്ലാം കൊണ്ടുവന്നത് ഞാനൊന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പലഹാരം നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ വൈകിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസമൊക്കെ കേടാവാതെ തന്നെ പുറത്തിരുന്നോളൂ കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. പീസാക്കി കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇത്ര നേരം ക്ഷമയോടുകൂടി വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.